ഒന്ന് കൊൽക്കത്തയിലേക്ക് പോകാം. കൊൽക്കത്തയിൽ ബംഗാളിൽ സ്ട്രോങ് റൂമിന് പുറത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണ്. ബിജെപിയുടെ കൊടിവെച്ച കാർ സ്ട്രോങ് റൂമിലേക്ക് പ്രവേശിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നു. വിഷ്ണു പ്രസാദാണ്. വിഷ്ണു, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്, പ്രതിഷേധമാണ്. അവിടെ നിന്നുള്ള പ്രതികരണം ഒന്ന് കേൾക്കാം. मामला ऐसा है कि हम लोग यहाँ पे शांतिपूर्ण बैठे हुए थे। यहाँ पे सेंट्रल फोर्स बहुत अच्छा से चेक कर रहे थे। सेंट्रल फोर्स बोलिए, कैलकाटा पुलिस बोलिए, जितने भी पुलिस महकमे के लोग हैं, बहुत अच्छा से चेकिंग चल रहा था। किसी को जाने नहीं दिया जा रहा था, बहुत अच्छा से चेकिंग चल रहा था। लेकिन अचानक होता है क्या कि एक एक्स आर्मी का गाड़ी आता है, स्कॉर्पियो, जो गाड़ी का नंबर 8099 और उसके पीछे एक डिजायर गाड़ी रहता है, स्विफ्ट डिजायर वो रहता है। उसके डेस्क बोर्ड के ऊपर पे बीजेपी का झंडा लगा रहता है। वो गाड़ी विदाउट चेकिंग सीधा स्ट्रांग रूम के तरफ जाता है। स्ट्रांग रूम की तरफ में वहां पे रुकता है। गाड़ी रुकने के बाद वहां से 3 लोग उतरते हैं, उतर के स्ट्रांग रूम के अंदर जाते हैं। अब उसके बाद में हमारे बंदे को एक ले जाया गया, बोला कि गाड़ी है कि नहीं आप देख के। और जब वहां पे वो गया तो वहां गाड़ी नहीं था। उसके बाद जब हम लोग आए तो हम लोग को यहाँ पे साइड कर दिया गया। साइड करके वो गाड़ी को निकाला गया। फिर यहाँ हमारे सामने, आपके भी सामने निकला है, आपने भी देखा होगा, गाड़ी का नंबर 8099 व्हाइट स्कॉर्पियो। വിഷ്ണു പ്രസാദ് പറയുന്നത്, വിഷ്ണു, വോട്ടെടുപ്പ് അട്ടിമറിക്കുന്നതാണോ അതോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണോ? അവിടെ ഒരു ശ്രമം മാത്രമാണോ അതോ ഈ വാഹനം അകത്തേക്ക് പോയി മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ? എന്താണ് ആരോപണം? രതീഷ, ഒരു വെള്ള സ്വിഫ്റ്റ് കാറാണ് ഇത്തരത്തിൽ ഒരു ആർമിയുടെ സ്റ്റിക്കർ പതിച്ച സ്വിഫ്റ്റ് കാർ. അതിന്റെ ഡാഷ്ബോർഡിൽ ഒരു BJPയുടെ കൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാറാണ് ഷെഖാവത്ത് മെമ്മോറിയൽ സ്കൂളിലുള്ള പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപത്തേക്ക് പോയത്. തുടർന്ന് ആ കാറിൽ നിന്ന് 3 പേർ ഇറങ്ങി സ്ട്രോങ് റൂമിനകത്ത് പ്രവേശിച്ചു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്. വിവരമറിഞ്ഞ പ്രവർത്തകർ അവിടെ എത്തുമ്പോഴേക്കും കാറിനെ പുറത്തേക്ക് കടത്തിവിടുകയും ചെയ്തു എന്നാണ് പ്രവർത്തകരുടെ ആരോപണം. എന്തായാലും തൃണമൂൽ കോൺഗ്രസും BJPയും ചേർന്ന് ഈ വോട്ട് എണ്ണാനുള്ള അവസാന മണിക്കൂറുകളിലും ബംഗാൾ ഉദ്വേഗജനകമാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. എന്തായാലും ബംഗാളിൽ ഇതിനോടകം തന്നെ എല്ലാ പോളിംഗ് സാമഗ്രികളും സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് മുന്നിലും BJPയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ സുരക്ഷയൊരുക്കി കാത്തിരിക്കുകയാണ്. അതിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. പലയിടത്തും ഈ രീതിയിലുള്ള അവസാന നിമിഷത്തിലെ വോട്ട് അട്ടിമറി അല്ലെങ്കിൽ ഈ പോസ്റ്റൽ ബാലറ്റിൽ ഉൾപ്പെടെ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇരുപക്ഷവും ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. രതീഷ്.